Okay, fine. Jujutsu Kaisen സീസൺ നമ്പർ 3 എപ്പിസോഡ് നമ്പർ 8. ഒരാഴ്ചത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും JJKയുടെ എപ്പിസോഡ് നമ്പർ 8 എയർ ചെയ്തിട്ടുണ്ട്. ഈ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ ജപ്പാൻസിൻ്റെ ക്രിമിനൽ കൺവിക്ഷൻ റേറ്റ് 99% ഉണ്ടെന്ന് പറയുന്ന ഒരു സബ് ടൈറ്റിലോട് കൂടി തന്നെയാണ്. തുടർന്ന് ഒരു ഇൻ്റർഗേഷൻ സീൻ പോലെയാണ് കാണിക്കുന്നത്. ഒരാളിങ്ങനെ പറയുകയാണ്, എന്നെ അവർ അറസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു, എൻ്റെ പെറ്റ്. സോ അവരെന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പെറ്റ് ഉറപ്പായിട്ടും മരിച്ചു പോകും. അതും എനിക്കറിയാമായിരുന്നു. ആ പെറ്റ് എൻ്റെ കയ്യിലുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തുള്ളായിരുന്നു. തുടർന്ന് ഒരു നറേഷനാണ്. അതായത് ഈ പുള്ളിക്കാരൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് ഒരു മർഡർ നടന്നിട്ടുണ്ട്, ഒരു അമ്മയും കുഞ്ഞും. ആ അമ്മയും കുഞ്ഞിനെയും കൊന്നത് ഇയാളുടെ നെയ്ബർ എന്ന് കരുതപ്പെടുന്ന റോബറിക്ക് വേണ്ടി ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഇദ്ദേഹത്തെയാണ്. ഇവരാണ് കൊന്നതെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇത് നറേഷൻ സൗണ്ടിലൂടെ നമ്മളെ മനസ്സിലാക്കി തരുന്നു. നറേഷൻ അങ്ങനെ തുടരുകയാണ്. പോലീസ് വീട്ടിൽ ചെന്നപ്പോൾ അവർ കണ്ടത് ഒരു നൈഫ് ആ ഒരു ബ്ലഡ് കൊണ്ട് നിറഞ്ഞ് പുരണ്ട് കിടക്കുന്ന തുണിയായിട്ട് കിടക്കുന്നതാണ്. അവരെന്നിട്ട് ടെസ്റ്റുകളെല്ലാം ചെയ്ത് നോക്കി, എന്നിട്ടും ഇയാളിത് സമ്മതിക്കുന്നില്ല. ഞാനിത് കണ്ടുപിടിച്ചതാണ്, പക്ഷെ ഞാനല്ല ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നു. തുടർന്ന് ഈ നറേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു സബോർഡിനേറ്റിനോട് അദ്ദേഹം പറയുന്നതനുസരിച്ച് NBOയിലെ ലൈവ് ഇൻ വർക്കറാണ് ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾ. അപ്പോൾ സബോർഡിനേറ്റ് ചോദിക്കുന്നുണ്ട്, NBOയോ അതെന്താ? ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൽഡർലി പീപ്പിളിനെ, അതായത് ആരുമില്ലാത്ത അനാഥരായിട്ടുള്ള പ്രായമായിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓർഫണേജ് പോലത്തെ ഒരു സ്ഥലം. ഈ പറയുന്ന, അതായത് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ പേര് ഓയ എന്നാണ്. ഓയെ ഇവിടെ സത്യം പറഞ്ഞാൽ വന്നിട്ട് കുറേ നാളായി, എന്നാൽ ഇദ്ദേഹത്തിന് സാലറി കൊടുക്കുന്നില്ലായിരുന്നു. അതിന് പുറമെ അവനവിടെ താമസിക്കുന്നതിന് 50,000 yen അത്രയും രൂപ അവൻ്റെ നിന്ന് മേടിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ സബോർഡിനേറ്റ് അവിടെ നിന്ന് പറയുന്നുണ്ട്, കേട്ടിട്ട് ഈ ഓർഗനൈസേഷൻ അത്ര നല്ലതെന്ന് തോന്നുന്നില്ലല്ലോ. അപ്പം ആ ഒരു സീനിയർ ആയിട്ടുള്ള ഓഫീസർ പറയുന്നുണ്ട്, ശരിയാണ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളും ഇങ്ങനത്തെ കുറേ ഓഫീസൊക്കെ കുറേ രീതിയിലുള്ള ഫണ്ടൊക്കെ കയറുന്നുണ്ടല്ലോ, എല്ലാം നന്നായിട്ടൊന്നുമല്ല പോകുന്നത്. ഓൾമോസ്റ്റ് ഗ്രേ ആയിട്ടാണ് ഇത് പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഇന്നസെൻ്റ് ആണെന്നാണ്. തുടർന്ന് ആ സീനിയർ ഓഫീസർ പറയുന്നുണ്ട്, നമുക്കൊന്നുകൂടി ഒന്ന് ചെകഞ്ഞ് അന്വേഷിക്കണം, ഞാൻ ഒന്നുകൂടെ ഓയിനെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. പോകുന്ന വഴിക്ക് സബോർഡിനേറ്റിനോട് പറയുന്നുണ്ട്, നീ കീപ്പ് ഇൻവെസ്റ്റിഗേറ്റിംഗ്. എന്നിട്ട് അയാളുടെ പേരും കൂടെ പറയുന്നുണ്ട്, ഷിമൂസു. അവളവിടെ കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്, ഒന്നാമത് എനിക്ക് ഓവർലോഡ് വർക്ക്, അതിൻ്റെ കൂടെ ഇതുവോ. അപ്പോഴേക്കും അവനത് മൈൻഡ് ചെയ്യാതെ ഇറങ്ങിയപ്പോൾ പോയിക്കോ, അതിൻ്റെ കൂടെ നിനക്കൊരു പൂച്ചേനെ കൂടെ നോക്കാൻ പറ്റുള്ളൂ. തുടർന്ന് ഇവർ രണ്ടുപേരും കൂടി ഇറങ്ങി അങ്ങോട്ട് നടക്കുകയാണ്. ഇപ്പോഴാണ് നമുക്ക് കാര്യങ്ങളുടെ ഗതി മനസ്സിലാകുന്നത്. ഈ പറഞ്ഞുകൊണ്ടിരുന്ന ഓഫീസേഴ്സ് സത്യം പറഞ്ഞാൽ അറ്റോണികളാണ്. അതായത് ഈ സബോർഡിനേറ്റ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നുണ്ട്, ഹീഗുറുമ. യെസ്, നമ്മുടെ അവന്മാർ തപ്പി നടന്നുകൊണ്ടിരുന്ന ആളുടെ സ്റ്റോറിയാണ് ഇപ്പോൾ പറയുന്നത്. ഹീഗുറുമ ഒരു അറ്റോണിയാണ്, അല്ലെങ്കിൽ വക്കീൽ. ഫാൾസായിട്ട് ആ കുറ്റം ചുമത്തപ്പെട്ടവരെ രക്ഷിക്കുന്നതാണ് ഇവരുടെ പണി. തുടർന്ന് നമ്മുടെ ഹീഗുറുമയുടെ സ്വഭാവ സവിശേഷതയൊക്കെ കാണിക്കുന്ന ടൈപ്പ് കുറച്ച് കോൺവെർസേഷനാണ് അവിടെ നടക്കുന്നത്. അതായത് ഇവരുടെ സബോർഡിനേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, ഹീഗുറുമ ഇങ്ങനെയാണല്ലേ, അവനെപ്പോഴും ഇങ്ങനത്തെ ആൾക്കാരല്ലേ ഹെൽപ്പ് ചെയ്യുന്നത്, ഈ ഇതൊക്കെ മാറ്റണം. അങ്ങനെ ഇവൻ്റെ, അതായത് നമ്മുടെ ഹീഗുറുമയുടെ ആ ഒരു ക്യാരക്ടർ നമ്മളിലേക്ക് മനസ്സിലാക്കുന്ന തരത്തിലുള്ള കുറച്ച് കോൺവോയാണ് നടത്തുന്നത്. ഇദ്ദേഹം ഫാൾസായിട്ട് നോബിളായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വക്കീലാണ്. തുടർന്ന് ഒരു കോർട്ട് സീനിലേക്കാണ് പോകുന്നത്. അവിടെ വിധി വന്നിട്ടുള്ളത്, ഇതായത് ഇവിടെ ഡിഫെൻഡ് ചെയ്യപ്പെടുന്ന ആൾ തെറ്റുകാരനല്ല. അപ്പോഴേക്കും അവിടെ എല്ലാവരും ഞെട്ടുന്നു. നമ്മുടെ ഹീഗുറുമയുടെ സബോർഡിനേറ്റ് പറയുന്നുണ്ട്, നമ്മൾ ജയിച്ചു, നമ്മൾ ശരിക്കും ജയിച്ചു. അപ്പോൾ ഹീഗുറുമ പറയുന്നുണ്ട്, ഇല്ല, ഇതുവരെ ആയിട്ടില്ല, ഇപ്പോൾ തന്നെ മറ്റവന്മാർ അപ്പീൽ വെക്കും. തുടർന്ന് ഈ ഒരു വിധിയുടെ ആഘാതം മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് മനസ്സിലാക്കുന്ന രീതിയിൽ ആൾക്കാരെല്ലാം ഇതിനെപ്പറ്റി പറയുന്നു, സോഷ്യൽ മീഡിയയിലെല്ലാം വരുന്നു. അങ്ങനത്തെ കുറേയുള്ള നറേഷൻസും വിഷ്വൽസുമാണ് നമ്മൾ കാണുന്നത്. തുടർന്ന് നമ്മുടെ മിസ്റ്റർ ഓയ ഉണ്ടല്ലോ, അക്യൂസ് ചെയ്യപ്പെട്ടത് കുറ്റവാളി, അവനും നമ്മുടെ ഹീഗുറുമയും സബോർഡിനേറ്റും തമ്മിലുള്ള ഒരു കോൺവോയാണ്. അവൻ താങ്ക്സ് പറയാണ്, താങ്ക് യു സോ മച്ച്, എനിക്കറിയില്ലായിരുന്നു, എനിക്ക് ആരും ഇല്ലെന്നാണ് വിചാരിച്ചത്, താങ്കൾ അങ്ങനെ രക്ഷിച്ചല്ലോ, താങ്ക് യു. അപ്പോൾ ഹീഗുറുമ പറയുന്നുണ്ട്, എന്നെ സാറൊന്നും വിളിക്കണ്ട, പിന്നെ ഇത് നമ്മൾ ഇതുവരെ ജയിച്ചിട്ടില്ല, ഇവർ ഇനി അപ്പീലിന് പോകുമെന്ന് അവൻ ഒരു മുഖമൊക്കെ താഴ്ത്തിയ രീതിയിൽ പറയുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ അതിനല്ല താങ്ക്സ് പറഞ്ഞത്, എന്നെ വിശ്വസിച്ചതിന് നന്ദിയെന്ന്. അങ്ങനെ രണ്ടാമത്തെ ട്രയൽ നടക്കുകയാണ്. ഈ ഒരു ടൈമിൽ ഹീഗുറുമ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്, ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, പവർ ഉണ്ടാകുന്നവൻ എവിഡൻസ് ഉണ്ടാക്കും, ഇവിടെ റൈറ്റീസിനല്ല കിട്ടുന്നത്, അങ്ങനെയാണ് വേൾഡ് റൺ ചെയ്യുന്നത്, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് രക്ഷിക്കാം. അങ്ങനത്തെ കുറച്ച് നറേഷൻസ്. തുടർന്ന് അവിടെ നറേഷൻ രീതിയിൽ എഴുതി കാണിക്കുന്നുണ്ട്, ലൈഫ് ടൈം ഇംപ്രസ്മെൻ്റ് എന്ന്. ഈ ഒരു സമയത്തിൽ അവനിങ്ങനെ നറേഷനിൽ പറയുകയാണ്, ഇത് സുപ്രീം കോർട്ടൊന്നും അല്ല, അതൊരു നാരോ രീതിയിലിരിക്കുന്ന ഒരു സാധനം തന്നെയാണ്. ട്രയൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവൻ ഗിൽറ്റിയാണെന്ന് അവർ തന്നെ വിചാരിച്ചിരുന്നു. ഇതെല്ലാം തന്നെ ഒരു മാനിപ്പുലേഷനാണ്,
ഇതൊന്നും നടക്കാനേ പാടില്ല. ആ ഒരു രീതിയിലുള്ള തോട്ട്സ്, നറേഷൻസ് നമ്മളിലേക്ക് എത്തിക്കുകയാണ്. തുടർന്ന് വീണ്ടും സബോർഡിനേറ്റും ഹീഗോറോമയും തമ്മിലുള്ള കോൺവയാണ്. എന്നിട്ട് അവൻ്റെ കുഞ്ഞുനാളുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കുട്ടിക്കാലം തൊട്ട് അവനെ ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. എന്ത് അവൻ തെറ്റാന്ന് തോന്നുന്നത് അവൻ ഉറപ്പായിട്ടും ചോദ്യം ചെയ്യും, അങ്ങനത്തെ ഉള്ളൊരു കാര്യങ്ങളും. എന്നാൽ ഞാനങ്ങനെയല്ല. എന്നിൽ വിശ്വസിക്കുന്നവനെ ഞാൻ രക്ഷിക്കും, അവരുടെ കണ്ണ് ഞാൻ തുറപ്പിക്കും. വീണ്ടും അവിടുന്ന് അപ്പീലിൻ്റെയും കോച്ചിങ്ങിലേക്കും കിടക്കുകയാണ്. ജഡ്ജ് ഓർഡർ ഇരിക്കുകയാണ്, നിങ്ങൾ ഈ ഒരു വിധിയോട് യോജിക്കുന്നില്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ അനദർ അപ്പീൽ കൊണ്ടുപോവുക, അതായത് ഈ ദിവസം ഉൾപ്പെടെയെന്ന്. ഇത് പറഞ്ഞതും നമ്മുടെ ഹീഗുറുമ അവിടെ ഉണ്ടായിരുന്നൊരു ചുറ്റിയുണ്ടല്ലോ കോടതിയിലുള്ള, അത് വെച്ച് നല്ല അടി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഹീഗുറുമിനെ നോക്കുകയാണ്. ഈ ഒരു ടൈമിൽ നമ്മുടെ ഹീഗുറുമയുടെ പുറകിൽ നിന്ന് ഒരു വലിയ കേഴ്സ് എനർജി ഇങ്ങനെ വരികയാണ്. എന്നിട്ട് ഗെയിം ഓവർ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവിടെ വെച്ച് ആദ്യ പകുതി എപ്പിസോഡിൻ്റെ സ്റ്റോപ്പ് ആകുകയാണ്. ഫസ്റ്റ് ഹാഫിലപ്പോൾ എഴുതി കാണിക്കുന്നുണ്ട് ഹിറോമി ഹീഗുറാമ കള്ളിങ് ഗെയിം പ്ലെയർ. സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നത് നമ്മുടെ എപ്പിസോഡ് 7 അവസാനിച്ചെടുത്തിയെന്നാണ്. അതായത് രണ്ടുപേരും, അതായത് നമ്മുടെ ഇറ്റഡോറിയും മെഗൂമിനെയും രണ്ടുപേര് കൊണ്ടുപോയിട്ടുണ്ടല്ലോ, ഇവിടെയാണ് ഹീഗുറോമ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തന്നെ. അപ്പം രണ്ടുപേരും രണ്ട് സ്ഥലത്തിൻ്റെ പേരാണ് പറയുന്നത്. ഒരാൾ ഷിൻജിക്കു എന്ന് പറയുന്നു, ഒരാൾ ഈക്കെബുക്കുറു എന്ന് പറയുന്നു. ഷിൻജിക്കുവിലേക്ക് നമ്മുടെ മെഗുമി പോകുമ്പം ഇറ്റഡോറി ഈക്കെബുക്കുറു എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്. തുടർന്ന് അവിടെ വേറൊരു മനുഷ്യനെ കാണിക്കുന്നുണ്ട്. അദ്ദേഹം അവിടെ ഇരുന്ന് പറയുകയാണ്, കുറേ നേരമായാലും ആ പിള്ളേർ അടുത്ത ഒരുത്തനെ കൊണ്ടുവന്നിട്ടെന്ന് പറഞ്ഞ് അങ്ങനെ കാണിക്കുകയാണ്. തുടർന്ന് അവിടുന്ന് സീൻ കട്ടാക്കിയിട്ട് ഒരു കൊച്ചിനെ കുറേ പേര് ചേർന്ന് ബുള്ളി ചെയ്യുന്ന ഒരു സീനിലേക്ക് പോവുകയാണ്. അങ്ങനെ ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കിലോട്ട് ദേണ്ട വരുന്നു നമ്മുടെ ഇറ്റഡോറി വന്നിട്ട് ബുള്ളി ചെയ്യുന്നവരെല്ലാം അടിച്ച് നിരപ്പാക്കുന്നുണ്ട്. വീണ്ടും അവിടുന്ന് സീൻ കട്ടാകുന്നു. മെഗുമിയും ആ ഒരു പെണ്ണും തമ്മിലുള്ള കോൺവയിലേക്ക് കിടക്കുന്നു. മെഗുമി പറയുന്നുണ്ട്, ഈ ഒരു വഴി പോയാൽ ഇഷ്ടംപോലെ പ്ലേയേഴ്സിനെ എൻകൗണ്ടർ ചെയ്തുകൊണ്ട് വരികയല്ലേ, അത് നമുക്ക് ഇച്ചിരി പാടല്ലേ. അപ്പോൾ ആ പെണ്ണ് പറയുന്നു, ഇല്ല, ഈ ഒരു റൂട്ടാണ് ഏറ്റവും എളുപ്പവും, പിന്നെ അവിടെ എൻ്റെ ഒരു ബേസ് ക്യാമ്പ് ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് സപ്ലൈസും കിട്ടുമെന്ന്. വീണ്ടും സീൻ കട്ടാവുന്നു. ഇറ്റഡോറിയും പിന്നെ നമ്മുടെ ആ ഒരു യെല്ലോ ഹെയറുള്ള പയ്യനും തമ്മിലുള്ള കോൺവോ. അവിടുന്ന് അവർ പറയുന്നുണ്ട്, ആ പയ്യൻ പറയുകയാണ്, ഹീഗുറോമ ഇപ്പോൾ ഈ ഒരു തിയേറ്ററാണ് അവരുടെ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഒരു സ്ഥലം കാണിക്കുകയാണ്. ഈ ടൈമിലേക്ക് ഇറ്റഡോറി ഭയങ്കര ചാടി കയറിയിട്ട്, ഓക്കെ താങ്ക് യു, ഞാനെന്നാൽ പോട്ടെ എന്ന് പറയുന്നു. അപ്പോൾ യെല്ലോ ഹെയറുള്ള പയ്യൻ, വെയിറ്റ്, പോവാണോ? ഞാൻ ഇതുവരെ ഹീഗുറോമിനെ കണ്ടിട്ട് പോലുമില്ല. ഇപ്പോഴും ആ യെല്ലോ ഹെയറുള്ള പയ്യൻ്റെ മനസ്സിൽ കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ അവനതും കൂടി പറയാൻ പറ്റുന്നില്ല. അവൻ മൈൻഡിൽ തന്നെ പറയുകയാണ്, സോറി ഇറ്റഡോറി എന്ന്. അങ്ങനെ ഇറ്റഡോറി ഓടി ചാടി കയറി ആ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് പോകുന്നു. ഇവിടുന്ന് സീൻ വീണ്ടും കട്ടാകുന്നു. ആ പെണ്ണ് മെഗുമേനെയും വിളിച്ചുകൊണ്ട് ചെല്ലുന്നത് നമ്മൾ നേരത്തെ കണ്ട ഒരുത്തനുണ്ടായിരുന്നല്ലോ, അവൻ്റെ അടുത്തേക്കാണ്. അവൻ്റെ പേര് റെജി പറയുന്നുണ്ട്, നിന്നെ ഇവിടെ പറ്റിച്ച് ഇവിടെ കൊണ്ടുവന്നതാണ്. മെഗുമി ഒരൊറ്റ നോട്ടം നമ്മുടെ അവളോട് നോക്കുകയാണ്. അപ്പം അവൾ ഇരിക്കുന്ന, നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന്, നീ എന്നെ പേടിപ്പിക്കുന്നൊന്നുമില്ല. അപ്പോഴേക്ക് നമ്മുടെ മെഗുമി മിണ്ടായിരി എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ആ ഒരു കേസ് ടെക്നിക്ക് യൂസ് ചെയ്യുവാണ്. ഇതേ സമയം സീൻ വീണ്ടും കട്ടാവുന്നു വേറൊരു സ്ഥലത്ത്. അതായത് ഇറ്റഡോറി റിയലി ഗോയിങ് ടു മീറ്റ് നമ്മുടെ ഈ ഹീഗുറാമ. അവനൊരു ബാട്ടപ്പിൽ ഇങ്ങനെ കിടക്കുകയാണ്. അവൻ ചോദിക്കുന്നുണ്ട്, ആരാണ് നീ, എങ്ങനെ ഇതിന് വന്നു? ഇറ്റഡോറി അങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് ഹീഗുറോമ ചുമ്മാ ഓരോ പൊട്ടത്തരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്ക് തുണി ഇട്ടുകൊണ്ട് കുളിക്കുന്നതൊക്കെ ഇഷ്ടമാണോ, പണ്ടവർക്ക് എനിക്ക് ഭയങ്കര കാര്യമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ബ്ലാ 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 കോൺവെർസേഷൻ. അപ്പോഴേക്ക് ഇറ്റഡോറി, നിങ്ങളാണോ ഹീഗുറോമ, എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാനുണ്ടെന്ന്. അപ്പോഴേക്ക് അവനാണെങ്കിൽ ഹീഗുറോമ പറയുകയാണ്, ഞാനൊരു ലോയറാണ്, എന്നോട് സംസാരിക്കണമെങ്കിലും കൺസൾട്ട് ചെയ്യണമെങ്കിലും 5000 രൂപയെങ്കിലും തരണം 30 മിനിറ്റിന്. അപ്പോഴേക്കും നമ്മുടെ ഇറ്റഡോറിക്ക് ഇവൻ്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെ മനസ്സിലായിട്ട് പറയുകയാണ്, ഇവൻ റീഇൻകാർണേറ്റ് ചെയ്യപ്പെട്ട ഒരു സോഴ്സറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇദ്ദേഹം ഒരു മോഡേൺ സോഴ്സറാണ്, ടെക്നിക്ക് അവൈക്കൺ ചെയ്ത ഒരു മോഡേൺ സോഴ്സറാണ്. 100 പേരുടെ പോയിൻറ്റ്സ് ഉണ്ട് ഇയാളുടെ തലയിൽ. ഇതേ ടൈമിൽ വീണ്ടും കട്ട് ചെയ്തിട്ട് മെഗുമയുടെ ഫൈറ്റിലേക്ക് പോകുന്നു. മെഗുമയുടെ റെജി പറയുന്നുണ്ട്, ഷീക്കഗാമി, നീ ഒരു സാധാരണ ഒരുത്തനല്ല, നീ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരുത്തനാണ്, നീ എൻ്റെ ടീമിലോട്ട് കയറിക്കോ. തുടർന്ന് റെജി ചോദിക്കുന്നുണ്ട്, മെഗുമി നിനക്ക് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ അറിയാം കള്ളിങ് ഗെയിമിനെ പറ്റി? അപ്പം മെഗുമി അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊരു റിച്വൽ അല്ലേ, ബാക്കിയുള്ളവരുടെ നമ്മുടെ എനർജിയൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ള ജപ്പാനിലെ ആൾക്കാരെല്ലാം വേറൊരു സൈഡിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ആ ഒരു സാധനം. ഇതേ സമയം വീണ്ടും കട്ട് ചെയ്തിട്ട് നമ്മുടെ ഇറ്റഡോറിയും ഹീഗുറോമയും തമ്മിലുള്ള കോൺവയിലേക്ക്, അതെ ഞങ്ങൾക്ക് കള്ളിങ് ഗെയിം എങ്ങനെയാലും അവസാനിപ്പിക്കണം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ഇറ്റഡോറി ഹീഗുറോമയോട് പറയുകയാണ്. വെയിറ്റ്, അങ്ങനെയല്ല, ശരിക്കും ഞങ്ങൾക്കൊരു റൂള് ആഡ് ചെയ്തിട്ട്, അതായത് നിങ്ങളുടെ 100 പോയിൻ്റ് ഉണ്ടല്ലോ, അത് വെച്ചൊരു റൂൾ ആഡ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് നള്ളിഫൈ ചെയ്യാൻ നോക്കാമെന്ന് ശ്രമിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് ഹീഗുറോമ പറയുന്നുണ്ട്, ഓക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ഇതിനുള്ള ഉത്തരം പറഞ്ഞേക്കാം, ഞാൻ റെഫ്യൂസ് ചെയ്യുന്നു.
അപ്പോൾ ഇറ്റഡോറി ചോദിക്കുന്നുണ്ട്, എന്താ നീ തമാശ കളിക്കുകയാണോ? അപ്പോഴേക്കും അവൻ പറയുന്നുണ്ട്, ഏയ് അല്ല, ഞാൻ ലോയറാണെന്നറിയാലോ, ചില സമയത്ത് നിയമം അതിൻ്റെ രീതിക്കൊന്നും പോകത്തില്ല, പക്ഷേ കള്ളിങ് ഗെയിംസിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേ സമയം വീണ്ടും സീൻ കട്ട് ചെയ്യുന്നു. മെഗുമിയും നമ്മുടെ റേജിയും തമ്മിലുള്ള കോൺവോ. അവിടെ അവൻ പറയുന്നുണ്ട്, കുറേ പേര് ഈ കള്ളിങ് ഗെയിംസിലുണ്ടെങ്കിലും ചിലരൊക്കെ എക്സ്ട്രാ ഓർഡിനറിയാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാഷിമോ, ഹീഗറുമോ അവരെ പോലെയുള്ളവർ. അതായത് ഓരോ കോളനിയിലും ഇങ്ങനത്തെ ഒരുത്തനെങ്കിലും കാണും. ബട്ട് എന്നിരുന്നാലും ഇവൻ, അതായത് ഹീഗറൂമയാണേലും മറ്റവരാണേലും ഇത് എൻഡ് ചെയ്യാൻ സമ്മതിക്കുകയല്ല. ഇതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇറ്റഡോറി പറയുന്നുണ്ട്, നമ്മളിപ്പോൾ ഇത് തൊലച്ചാൽ എല്ലാവരും ഈ രാജ്യത്തുള്ളവർ മരിക്കും. സഹിയായിട്ട് ഇറ്റഡോറി പയ്യും മടുത്തു, എനിക്ക് നിൻ്റെ 100 പോയിൻറ്റ്സ് വന്ന് കിട്ടിയേ തീരൂ ഹീഗുറാമ എന്ന് പറഞ്ഞിട്ട് പഞ്ച് ചെയ്യാൻ വേണ്ടി, ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോഴേക്കാണെങ്കിൽ നമ്മുടെ ഹീഗുറാമ അവൻ്റെ ഷിക്കിഗാമി കേഴ്സ്ഡ് ടെക്നിക്കുമായിട്ട് ഇറ്റഡോറിയുടെ അടുത്തേക്ക് വരികയാണ്. ഇഷ്ടമില്ലാത്ത ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച്. ഇറ്റഡോറി മനസ്സിൽ കണക്ക് കൂട്ടുക, 100 പോയിൻറ്റ്സ് ഉണ്ട് ഇവന്, അതായത് ഏകദേശം ഇവന് 20 സോഴ്സറിനെങ്കിലും കൊന്നിട്ടുണ്ടാവും. സോ എനിക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നാലും ഞാൻ അവൻ ചെയ്യുന്നതെല്ലാം വാച്ച് ചെയ്തുകൊണ്ട് റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമെന്ന്. ഇവിടെ വെച്ച് നമ്മുടെ ഹീഗറുമ അവൻ്റെ ഡൊമൈൻ എക്സ്പാൻഷൻ തുടരുകയാണ്, ഡെഡ്ലി സെൻറ്റൻസിങ്. തുടർന്ന് സീൻ കട്ട് ചെയ്തിട്ട് റെജിയുടെ നാറേഷനിലേക്കാണ് പോകുന്നത്. അവസാനം എല്ലാവരും തന്നെ സ്ട്രോങ്ങസ്റ്റ് പ്ലേയേഴ്സ് മാത്രം നിൽക്കുമ്പോൾ കെഞ്ചാക്കു ഒരു ബോംബ് അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യുമെന്ന്. തുടർന്ന് നമ്മൾ കെഞ്ചാക്കു നടന്ന് ഒരു കൂട്ടം റൗണ്ട് ടേബിളിൻ്റെ അടുത്തേക്കാണ് പോകുന്നതായിട്ട് കാണിക്കുന്നത്. അവിടെ ഇരിക്കുന്നവർ പറയുന്നുണ്ട്, സിറ്റ് ഡൗൺ. അപ്പോഴേക്ക് കെഞ്ചാക്കു അവിടെ നിന്ന് പറയുന്നു, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. ഇവിടെ വെച്ചാണ് സീസൺ 3 എപ്പിസോഡ് 8 നിൽക്കുന്നത്. യെസ്, ഇത് കുറേ ഒരു ഡയലോഗ് ഫിക്സഡ് അല്ലെങ്കിൽ ഫിൽഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. ഇതിൻ്റെ ഫ്യൂച്ചർ അറിയണമെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് തന്നെ വെയിറ്റ് ചെയ്തിരിക്കണം. അതുവരെ ടാറ്റാ ബോയ്സ്, നെക്സ്റ്റ് വീഡിയോ, ടാറ്റാ ഗൈസ്.